രണ്ടാം കെട്ടുകാരിയുടെ പറമ്പിൽ പുര പണിയാൻ കാശ് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ കൊതിക്കറുവല്ലേടാ നിനക്ക്? എന്നെ കൊണ്ട് അങ്ങനെ ഒരു നാണം കെട്ട പണി ചെയ്യിച്ചത് അമ്മയാ. ഒടുവിൽ എന്നെ നാറ്റിക്കുന്നോ? വേണ്ട മുത്തശ്ശി. നിന്റെ ഈ നാടകം സൂണനോട് വേണ്ട. നീ എന്തിനാ ഇപ്പൊ ഈ കളിക്കിറങ്ങിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ അതുകൂടെ ചെറിയച്ചൻ പറ. ഞാനത് പറയാനല്ലടാ പോകുന്നത്. നിന്റെ മുഖം മൂടി വലിച്ച് കീറാനാ. സുഗുണൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. അറിഞ്ഞതൊക്കെ തന്നെ ധാരാളം മതി. നിന്നെ ഞാൻ അറിയിക്കും, അറിയിച്ച് തരുന്നുണ്ട്. വന്ന വേഗത്തിൽ നീ ഇവിടെ നോടും. സത്യം പറയാലോ ചെറിയച്ച, എനിക്കിവിടെ താമസിക്കണമെന്ന് ഉദ്ദേശമൊന്നുമില്ല. അതിന്റെ നാണക്കേട് എനിക്കാ. ഒരു പെൺകുട്ടി എനിക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? അവളുടെ വീട്ടുകാരറിഞ്ഞ പെണ്ണിനെ തരൂ. ഒരു പെണ്ണിനെ കിട്ടിയാൽ തന്നെ അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിക്കില്ലേ, നിങ്ങളുടെ ചെറിയച്ഛന് ഭാര്യ 2, നിങ്ങളും ഒന്നുകൂടെ കെട്ടുവന്ന്? ഞാൻ 2 അല്ല, ചിലപ്പോ 4 കിട്ടും. ആർക്കടാ അതെണ്ണം? വിദ്യച്ചെറിയമേ കേട്ടില്ലേ ഇത്? ഭർത്താവിന്റെ മനസ്സിലേക്ക് പറഞ്ഞില്ലേ, താമസിയാതെ അശ്വതി ചെറിമയുടെ ഒപ്പം കൂടാം. വെച്ചു വാഴിക്കില്ലടാ തന്നെ ഞാൻ. മുത്തശ്ശി ഇതൊന്നും കാര്യാക്കണ്ട. ചെറിയച്ഛൻ ആളൊരു പാവത്താനാ. അല്ല, അവനിങ്ങനെ ചാടിക്കെടുക്കേണ്ട കാര്യം എന്താ? സസ്പെൻഷനിലല്ലേ, അതിന്റെ ചുരുക്ക. മുത്തശ്ശി കഴിക്കുക. അശ്വതിയെ കൂടെ നിർത്താൻ അവനിത് ചെയ്തത് സുഗുണേട്ടൻ മനസ്സിലായില്ലേ? അത് തന്നെ അവന്റെ ലക്ഷ്യം. അമ്മ ഇപ്പൊ അവന്റെ ചൊൽപ്പടിയിലായി. അമ്മ പറഞ്ഞതാ എന്റെ മനസ്സിൽ നിന്ന് പോകാത്തത്. ഇത്രയും കാലം നോക്കിയാ എനിക്കൊരു വിലയില്ലാതായി. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൻ ആളായി. സുഗുണേട്ടൻ കുറച്ച് ബുദ്ധിയാ ഇപ്പൊ കാണിക്കേണ്ടത്. അതെ, ഇനി ഞാൻ എന്ത് ബുദ്ധി കാണിക്കണമെന്നാ നീ പറയുന്നത്? ഇത് അവൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത വീടാ. അവൻ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നമ്മൾ പോണം. നമ്മളല്ല പോകേണ്ടത്, അവനാ. കാര്യങ്ങളുടെ ഗൗരവം നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. എനിക്കിപ്പോ ജോലി പോലും ഇല്ല. എന്റെ പേരിൽ അന്വേഷണം നടക്കുക. ഡിസ്മിസ് ചെയ്ത അതോടെ തീർന്നു. അമ്മയുടെ ഒരു ഏറ്റുമുട്ടലിന് നിൽക്കരുത്. വിഷ്ണുവിനെ അമ്മയുടെ കണ്ണില് കരടാക്കി മാറ്റണം. അവനിവിടുന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോയാ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങളെത്തില്ലേ? നീ ഉദ്ദേശിക്കുന്നത് അശ്വതിയെ ചേർത്തൊരു കഥയുണ്ടാക്കാനല്ലേ? അമ്മ അത് വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും വിശ്വസിച്ച അവൻ പുറത്താവും, അതുറപ്പാ. പിന്നെ അവൻ ഈ വീട്ടിൽ കാലുകുത്താൻ പറ്റൂ? വീടും പറമ്പും അമ്മയുടെ പേരിൽ എഴുതാൻ അവനൊരു മണ്ടത്തരം കാണിച്ചു. അതിനെയാ നമ്മൾ മുതലെടുപ്പ് നടത്തേണ്ടത്. അവൻ പോയാ എന്നായാലും ഈ വീടും പറമ്പും സുഗുണേട്ടന് സ്വന്തമാവില്ലേ? എന്ത് തന്നെയായാലും ഈ വീട്ടിലും ഭൂമിയിലും സുഗുണേട്ടന് പകുതി അവകാശം വന്നു കഴിഞ്ഞു. അതാ മണ്ടൻ അറിയില്ല. അശ്വതിയെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ അവനെ ചാടിക്കും. ഒരു ബഹളത്തിന് പോവാതെ സുഗുണേട്ടൻ അല്പം ഒന്ന് ക്ഷമിക്കും. നീ എന്താടി ഇവിടെ വന്ന് നിൽക്കുന്നേ? എവിടെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുധിയേട്ടൻ? എന്താ സംശയം? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെയാ. എന്നിട്ടാണോ നിന്നെയും കൊണ്ട് പർച്ചേസിന് പോകുന്ന കാര്യം സുധിയേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞത്? സംശയം ഉണ്ടെങ്കിൽ നീ വിളിച്ച് ചോദിച്ചു നോക്ക്. സുധീന്ദ്രന്റെ ഭാര്യ ഒന്ന് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ഈ സാന്ദ്രയുടെ സമ്മതം വേണം. നീ ഇപ്പോഴും ഒരു വെട്ടിയ അഞ്ജലി. സ്വപ്നങ്ങൾ കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി നീ അവിടെ ജീവിക്കുന്നു, അത്രയുള്ളൂ. ഈ സത്യം നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വന്നതാ ഞാൻ. നിന്നെ ഇവിടെ നിർത്തി സുധിയേട്ടൻ ഷോപ്പിംഗ് മാളിലേക്ക് പോയി, ശരിയല്ലേ? നീ വിശ്വസിക്കുമെന്നറിയില്ല. നിന്നെ ആ റിസോർട്ടിൽ എത്തിച്ചത് എന്തിനു വേണ്ടിയാന്ന് സുധിയേട്ടൻ അറിയായിരുന്നു.
ഭർത്താവിൽ വിശ്വാസം അർപ്പിച്ചല്ലേ ഇപ്പോഴും നിന്റെ നിൽപ്പ്. എന്നാ ഒന്ന് മനസ്സിലാക്കിക്കോ, നമ്പാട്ടുകാർക്ക് നിന്നെ ഒഴിവാക്കിയേ തീരൂ. നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സുധിയേട്ടന് ഇന്ന് ഡിവോഴ്സ് വാങ്ങി നീ പോവാൻ നോക്ക്. അതിന് നീ തയ്യാറായില്ലെങ്കിൽ നിന്റെ മരണം ഉറപ്പാ. ഞാനീ പറഞ്ഞതൊക്കെ നിനക്ക് സുധിയേട്ടനോട് പറയാം, അപ്പച്ചിയെ അറിയിക്കാം. പക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏത് നിമിഷവും നീ മരണപ്പെടുമെന്ന് തിരിച്ചറിവുള്ളതുകൊണ്ടാ ഒരു ഏട്ടന്റെ നിലവിട്ട് പ്രതാപേട്ടൻ നിന്നോട് പെരുമാറുന്നത്. ഞാൻ ഒഴിഞ്ഞു തരാം. ഒരു ഉത്തരം മാത്രം സാന്ദ്ര തന്നാ മതി. നിന്റെ ചോദ്യം എന്താന്ന് എനിക്കറിയാം. എന്തിനു സുധിയേട്ടൻ നിന്നെ വിവാഹം കഴിച്ചു? അതെ, ഇപ്പൊ ഞാൻ അന്വേഷിക്കുന്ന ചോദ്യം അതൊന്നു മാത്രമാ. ആ, അതിനുള്ള ഉത്തരം ഒരിക്കലും നീ അറിയത്തില്ലെന്ന് അപ്പച്ചിയോട് ഞാൻ സത്യം ചെയ്തു. അല്ലെങ്കിൽ എന്നെ നിന്റെ മുന്നിൽ ഞാൻ തുറന്നടിച്ചേനെ. സുധിയേട്ടൻ നടത്തിയത് ഒരു വഴിപാട് കല്യാണ. ഒരിക്കലും നമ്പാട്ട് സുധീന്ദ്രന്റെ ഭാര്യയായി ഒരു കുഞ്ഞു പോലും നിന്നെ അംഗീകരിക്കില്ല. നിനക്കത് സ്ഥാപിച്ചെടുക്കാനും പറ്റില്ല. ശരിക്ക് പറഞ്ഞ നമ്പാട്ടുകാര് വില കൊടുത്ത് വാങ്ങിയതാ നിന്നെ. നിനക്ക് ഇനിയും ആ തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ ജീവൻ തന്നെയാ. നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങുന്നതാ നല്ലത്. ഇതൊരു ശത്രുവിന്റെ ഉപദേശമല്ല, നിന്നോടുള്ള സഹതാപം കൊണ്ട് പറയുന്നതാ. ഇനി നിനക്ക് തീരുമാനിക്കാം. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാവട്ടെ. ഞാൻ പോകുന്നു. എന്ത് ബിസിനസ്സാ വിഷ്ണു തുടങ്ങാൻ പോകുന്നേ? നോക്കണം, ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വരിക. പിന്നെ ചെറിയമ്മയ്ക്ക് രാജൻ എന്ന് പറഞ്ഞ ഒരാളെ അറിയും? രാജനോ? അതാരാ? അപ്പോ ചെറിയമ്മയ്ക്ക് അറിയില്ല? ഞാനെങ്ങനെ അറിയാനാ? എന്താ വിഷ്ണു ചോദിക്കാൻ? വരുന്ന വഴി ഒരാളെന്നോട് പരിചയപ്പെടാൻ വന്നു. പേര് രാജൻ എന്നാ പറഞ്ഞത്. അയാൾ ചെറിയമ്മയെ കുറിച്ച് വളരെ താല്പര്യത്തോടെ ചോദിച്ചത്. അയ്യോ, അതാരാ? ഞാൻ അറിയാത്തൊരു രാജൻ. വല്ല ബന്ധുവെങ്ങാനും ആണെന്ന് പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല. എന്നെ കുറിച്ച് എന്താ അയാൾ ചോദിച്ചത്? വിദ്യക്ക് സുഖമാണോ, സുഗുണന് വേറെ ഭാര്യയുള്ള വിവരം വിദ്യക്ക് അറിയാമോ എന്നൊക്കെയാ ചോദിച്ചത്. എനിക്കൊരു സംശയം ചെറിയമ്മേ, അയാളായിരിക്കും ചെറിയച്ഛന് പണി കൊടുത്തത്? എന്താ അങ്ങനെ പറയാൻ കാരണം? ചെറിയച്ഛൻ 2 കല്യാണം കഴിച്ചെന്ന് അയാൾ അറിഞ്ഞില്ലേ? എന്നാലും ആരായിരിക്കും അയാള്? ആരായാലും വിദ്യ ചെറിയമ്മയുടെ മുഴുവൻ ഡീറ്റെയിൽസും അയാൾക്ക് അറിയാം. എന്തിന്? ചെറിയമ്മ പ്രഗ്നന്റ് ആണെന്ന കാര്യം വരും. ചെറിയമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും അന്വേഷിച്ചെന്ന് വെച്ച് ഞാനെതിന് സൂക്ഷിക്കണം? എന്തെങ്കിലും അല്ലല്ലോ അയാൾ അന്വേഷിച്ചത്. ഏതോ ഒരു പരിചയക്കാരൻ സുഖവിവരം അന്വേഷിച്ചതിന് ഞാനത് സുഗുണേട്ടനോട് പറയേണ്ട കാര്യം എന്താ? കാര്യമില്ലേ? ചെറിയച്ഛന്റെ 2ാം കെട്ടാണെന്ന് അയാൾ അറിഞ്ഞതിൽ കാര്യമില്ലേ? ഇനിയിപ്പൊ വല്യച്ഛന്റെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആവോ? ആ, അയാൾ വീണ്ടും എന്റെ മുന്നിൽ വരും. അപ്പൊ ഞാൻ പിടിച്ചെടുത്തോളാം. എന്ത്? അല്ല, അയാൾ ആരാണെന്നേ. ഹലോ, ഞാനാ വിദ്യ. എന്താടി സുഖം തന്നെയല്ലേ അവിടെ? ഇവിടെ സുഖത്തിന് ഒരു കുറവും ഇല്ല. നിങ്ങളായിട്ട് സുഖക്കുറവ് വരുത്തി വെക്കാതിരുന്നാ മതി. നിന്റെ സ്വരത്തിലെന്താ ഒരു മാറ്റം? ഇങ്ങനെ പോയാൽ മോള് കണ്ണീര് കുടിക്കേണ്ടി വരും. ഇവിടത്തെ പൊറുതി എനിക്ക് അവസാനിപ്പിക്കേണ്ടിയും വരും. നീ കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് പറ. രാജൻ വല്ല കുഴപ്പവും കാണിച്ചോ?
ഇവിടത്തെ തലതെറിച്ച ചെറുക്കനെ രാജേട്ടൻ പുറത്തു വെച്ച് കണ്ടു. എന്നിട്ട് എന്നെ കുറിച്ച് അവനോട് എന്തൊക്കെയോ കുത്തി കുത്തി ചോദിച്ചു എന്ന്. അവന് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു, അനുസരിച്ചു. ഇനി എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചാ ഞാൻ സഹിക്കില്ല. കാർത്തിയെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം. രാജേട്ടൻ ഇങ്ങോട്ട് കയറി വന്നാ പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. വിദ്യ, നീ എന്നെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. എനിക്കൊരു പുരുഷന്റെ തണലില്ലാതെ ഇനി ജീവിക്കാനും പറ്റില്ല. ആ ഓർമ്മ നിങ്ങൾക്കുണ്ടായ നല്ലത്. ആരാ? വിദ്യ തന്നെ. എന്താ വിശേഷം? ആ വീട്ടിലെ ചെറുക്കനെ രാജൻ പുറത്തു വെച്ച് കണ്ടെന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമില്ലേ? അവളുടെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞെന്ന്. ചെറുക്കന് ചില സംശയങ്ങളൊക്കെ ഉണ്ടത്രേ. രാജൻ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന എന്റെ പേടി. ചെന്നാൽ എന്താ? കാർത്തികയുടെ ഭർത്താവെന്ന മട്ടിൽ അവൾ അവനോട് പെരുമാറണം. ബന്ധുക്കൾ ചെല്ലുന്നത് സ്വാഭാവികമല്ലേ? നിസ്സാരമായിട്ട് കാണുക അല്ലേ? എടി, വിദ്യ രാജന്റെ കൂടെ പോകുന്ന നീ പേടിക്കണ്ട. അവൻ എത്ര തുള്ളിയാലും അവള് കുലുക്കാൻ പോടില്ല. അതാ പെണ്ണിന്റെ മിടുക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഉൾക്കണ്ടപ്പെടാതെ നീ ഒരു കപ്പ് ചായ ഉണ്ടോ? ഒഴിക്കട്ടെ. മതി ചെറിയമ്മ. ചെറിയമ്മയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. എന്താ മോനെ? ഞാനിന്ന് ചെറിയമ്മയുടെ വീട്ടിൽ പോയിരുന്നു. മേടിച്ചു നിൽക്കണ്ട, സത്യം. എന്നിട്ട് അച്ഛനെ അമ്മയും അനിയത്തിക്കുട്ടിയും കണ്ടു. ഇവിടുത്തെ കാര്യം എന്തെങ്കിലും നീ പറഞ്ഞോ? അതെങ്ങനെ പറയാനാ ചെറിയമ്മ? ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കേട്ടപ്പോ അവർക്ക് സമാധാനമായി. മോനെ, അഞ്ജലി വരാറുണ്ടോ? അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെയും വന്നിട്ടില്ല. അവരുടെ ഭർത്താവിന് വലിയ തിരക്കാണത്രേ. രണ്ടുപേരും ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ആയിട്ട് മിക്കവാറും ടൂറിലാണെന്നാ പറഞ്ഞത്. അവളെ കുറിച്ചെങ്കിലും നല്ലത് കേട്ടാ മതി. അയ്യോ, എന്താ ഇത്? ദാ, വെള്ളം കുടിക്ക. വെള്ളം കുടിക്കും മോനെ. ഇനി കഴിക്കും. അമ്മ ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. വിഷ്ണു ചെറിയമ്മയെ പോലെ അശ്വതിയെ കാണുന്നേ. പക്ഷെ അവളുടെ മട്ടും ഭാവം അതൊന്നും അല്ല. ഞാനിത് കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട് ദിവസങ്ങളായി. സുഗുണേട്ടനോട് പറഞ്ഞ ഇവിടെ ഒരു കൊലപാതകം ഉണ്ടാവും. വിഷ്ണുവിനോട് അമ്മയൊന്നും ചോദിക്കരുത്, അവന്റെ മനസ്സ് വേദനിക്കും. പക്ഷെ അശ്വതിയെ താക്കീത് ചെയ്യുന്നതാ നല്ലത്. എനിക്കും അശ്വതിക്കും പ്രായത്തിൽ വിഷ്ണുവിനേക്കാൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അവന് ചോറ് വാരി കൊടുക്കാനും ദേഹത്ത് മുട്ടാനും ചെല്ലക്കുട്ടിയൊന്നും അല്ല അവൻ. അശ്വതിക്ക് നമ്മളോടെല്ലാം പകയാ. മുൻപും പിൻപും നോക്കാൻ അവൾക്കൊന്നുമില്ല. അമ്മയ്ക്കറിയാലോ, എനിക്ക് അവളോട് ഇന്നേ വരെ ഒരു ദേഷ്യവും തോന്നിയിട്ടില്ല. വീട് വെച്ച് മാറുമ്പോ അവളെ കൂടി കൊണ്ടുപോകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ഭാര്യമാര് ഭർത്താക്കന്മാരെ കാണുന്നത് ബെഡ്റൂമിൽ വെച്ചാ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. നേരവും കാലവും നോക്കി ബെഡ്റൂമിലേക്ക് ഒളിച്ചു വരണം. അഞ്ജലിക്ക് ആകെ മുഷ്ടിലാണല്ലോ. അല്ല, സന്തോഷം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അറിയാം.
എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സുധിയേട്ടനാ. അതുപോലെ എന്നെ എന്റെ വീട്ടിലെത്തിക്കണം. അഞ്ജലി തമാശ പറയാണോ? ഇതാണോ തമാശ? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് മതിയായി. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. സുധിയേട്ടന് വേണ്ടതൊരു ഭാര്യയല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആയിരുന്നെങ്കിൽ ഞാൻ ഈ വേദനകളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഒരു പെണ്ണിന് ഏറ്റവും വലുതായിട്ടുള്ളത് അവളുടെ മാനമാണ്. അത് കഴിഞ്ഞേ ജീവനുള്ളൂ. ഇത് രണ്ടും സംരക്ഷിക്കാൻ കഴിയുന്നവനാവണം അവളുടെ പുരുഷൻ. സുധിയേട്ടന് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്റെ വിധിയെന്ന് ആശ്വസിക്കാനേ സുധിയേട്ടന് കഴിയൂ. കൊല്ലാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴീ ജീവിക്കുന്നത് എന്റെ ആയുസിന്റെ ബലം. ഇനിയും ഞാനിവിടെ നിന്നാ എന്റെ മാനവും ജീവനും നഷ്ടപ്പെടും. കുറച്ച് സഹാനുഭൂതി സുധിയേട്ടന്റെ മനസ്സിലുണ്ടെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടണം. ഇനി എനിക്ക് സുധിയേട്ടനീന്ന് പ്രതീക്ഷിക്കാൻ അത് മാത്രമേ ഉള്ളൂ. ഒരു ബാധ്യതയായിട്ട് സുധിയേട്ടന്റെ പിന്നാലെ ഞാൻ ഇനി വരില്ലെന്ന് ഉറപ്പു തരാം. വിവാഹബന്ധം ഒഴിഞ്ഞു തരാനും എനിക്ക് സമ്മതം. സുധിയേട്ടനീന്ന് ഒന്നും ഞാൻ ആവശ്യപ്പെടില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ ഈ ജന്മം സുധിയേട്ടന് മനസ്സമാധാനം കിട്ടില്ല. ആ മനസ്സെനിക്കറിയാം. സുധിയേട്ടന്റെ ജീവിതവും പശ്ചാത്താപത്താൽ എരിഞ്ഞു തീരും. അത്രയ്ക്ക് ദുർബലനാ സുധിയേട്ടൻ. അത് സംഭവിക്കാതിരിക്കാൻ കൂടിയാ ഞാൻ പറയുന്നത്. നമുക്ക് പിരിയാം. ഇനി എതിർപ്പ് പറയരുത്. പറയുകയാണെങ്കിൽ എന്നെ എല്ലാ അർത്ഥത്തിലും ഭാര്യയായിട്ട് സ്വീകരിച്ച് സംരക്ഷിക്കണം. അതുണ്ടാവില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ആരൊക്കെയോ വരച്ച ലക്ഷ്മണരേഖ മറികടന്ന് സുധിയേട്ടന് പുറത്തു പോകാൻ കഴിയില്ല. സാരമില്ല. മരണം വരെ എനിക്ക് ഓർമ്മിക്കാൻ ആ ഒരു ദിവസം മതി. പിന്നെ എന്നോട് പലപ്പോഴായി കാണിച്ച സ്നേഹവും. ഒരിക്കലും ഞാൻ സുധിയേട്ടനെ ശപിക്കില്ല. എന്നും നന്മ വരാനേ ആഗ്രഹിക്കൂ. അമ്മ ഗുരുവായൂർക്ക് പോയിരിക്കുകയാണെന്നറിയാം. തിരിച്ചു വന്ന ഉടൻ സുധിയേട്ടൻ എന്നെ വീട്ടിലെത്തിക്കണം. മനസ്സുകൊണ്ട് ഞാനതിന് പാകപ്പെട്ട് കഴിഞ്ഞു. സുധിയേട്ടൻ ഇനി എന്തെങ്കിലും എന്നെ വേണോന്ന് തോന്നിയാൽ അങ്ങോട്ട് വരാം. പക്ഷെ ഈ വീട്ടിലേക്ക് ഇനി ഞാൻ വരില്ല. ഗുഡ് നൈറ്റ്. എന്താ മോനെ ഈ നേരത്ത്? ചെറിയമ്മയ്ക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? 2 സാരിയാ. എനിക്ക് വേണ്ടായിരുന്നു. അതെന്താ, ഞാൻ വാങ്ങിക്കൊണ്ട് വന്നോണ്ടാണോ? വിഷ്ണു അങ്ങനെ കരുതിയല്ലോ. പുതിയ സാരി ഉടുത്ത് ഞാൻ എവിടേക്ക് പോവാനാ മോനെ? ഈ വീട് വിട്ട് ഞാൻ ഒരിടത്തേക്കും പോകുന്നുമില്ല. നരച്ച് പിന്നെ സാരി ഉടുത്ത് ചെറിയമ്മ എത്ര നാൾ കഴിയാനാ? വിഷ്ണു ഇത് വിദ്യക്ക് കൊടുക്ക. അവളല്ലേ പുറത്തു പോന്നേ, അവൾക്ക് സന്തോഷാവും. ഒന്ന് തുറന്നു പോലും നോക്കാതെ ചെറിയമ്മ പറയുന്നത്. തുറന്നു നോക്കിയിട്ട് എന്ത് കാര്യമാ? ഞാനിത് കൊണ്ടൊന്ന് പെട്ടി വെച്ചിട്ടും കാര്യമില്ലല്ലോ.
അത്ര പകിട്ടുള്ള സാരിയൊന്നുമല്ല, വലിയ വിലയും കൊടുത്തിട്ടില്ല. ചെറിയമ്മ ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എന്നെ ഒരു മകന്റെ സ്ഥാനത്താണ് കാണുന്നെങ്കിൽ ചെറിയമ്മ ഇത് സ്വീകരിക്കണം. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാനിത് വാങ്ങി വെക്കാം, പക്ഷെ ധരിക്കില്ല. പറ്റില്ല. നാളെ ചെറിയമ്മ ഇത് ധരിച്ച് എനിക്ക് കാണണം. നല്ല വില കൊടുത്തോ? ചെറിയമ്മയ്ക്ക് ഇഷ്ടായോ? ഇഷ്ടാവാതെ ജീവിതത്തിൽ ആരും എനിക്കിതുപോലൊന്നും വാങ്ങി തന്നിട്ടില്ല. അയ്യോ, പുറത്തുനിന്നാരോ വാതിലടച്ചു. പുറത്തുനിന്ന് ആരോ കുറ്റിയിട്ടല്ലോ. ആ സ്ത്രീയോ? ഈശ്വരാ, ഇനി എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുന്നത്? ചെറിയമ്മ ധൈര്യമായിട്ടിരിക്കേ. വർണ്ണമൂക വിഷാദമാ